വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന്റെ 12-ാമത്തെ വാക്യം കൂടി. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ എന്ന് പറഞ്ഞു. ബൈബിളിലെ മിക്ക പുസ്തകങ്ങളിലും അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ നമുക്ക് കാണാൻ കഴിയും. വ്യക്തികൾക്കായി ആടറുക്കപ്പെടുന്ന 5 ചിന്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ വസ്ത്രം നൽകാനായി അറുക്കപ്പെട്ട കുഞ്ഞാടിനെ നാം കാണുകയാണ്. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ആദാമിനെയും ഹവ്വയെയും വസ്ത്രം ധരിപ്പിക്കാനായി തോൽ കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. ആദവും ഹവ്വയും പാപം ചെയ്യുന്നതിന് മുൻപ് അവർ ദൈവ തേജസ്സിനാൽ പൊതിയപ്പെട്ടവരായിരുന്നു. 8-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിലും എബ്രായ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നു, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, അവനെ തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. ആദം ഹവ്വമാരെ ദൈവം തേജസ് അണിയിച്ചാണ് ഏദനിൽ ആക്കിയത്. പക്ഷെ അവർ പാപം ചെയ്തപ്പോൾ അവരെ ആവരണം ചെയ്തിരുന്ന ദൈവ തേജസ് അവരെ വിട്ടുപോയി. ആദാമിന് മാത്രമല്ല, ആദാമ്യ വംശത്തിൽ പിറന്ന എല്ലാവർക്കും ദൈവ തേജസ് ഇല്ലാത്ത അവസ്ഥ വന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അങ്ങനെ ദൈവ തേജസ് നഷ്ടപ്പെട്ട ആദവും ഹവ്വയും ദൈവത്തിന്റെ അടുക്കൽ നിൽക്കുവാൻ പ്രാപ്തിയില്ലാത്തവരായി അവർ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായി. എല്ലാ ദിവസവും ഏതും തോട്ടത്തിൽ ദൈവം അവരുമായി സഹവസിക്കാൻ കൂട്ടായ്മയ്ക്കായി ഇറങ്ങി വരുമായിരുന്നു. പക്ഷേ അന്നൊരു ദിവസം ദൈവത്തിന്റെ കാലൊച്ച കേട്ടപ്പോൾ അവർ പേടിച്ചരണ്ടവരായി വൃക്ഷത്തിന്റെ തണലിൽ ഒളിക്കുകയാണ്. പാപം ചെയ്തപ്പോൾ അവരെ പൊതിഞ്ഞിരുന്ന തേജസ് നഷ്ടപ്പെട്ടു. അവര് അത്തിയില കൊണ്ട് ഒരു അരയാട ഉണ്ടാക്കിയെങ്കിലും വെയിലുറച്ചപ്പോൾ ആ ഇലയുടെ വസ്ത്രം കരിഞ്ഞുപോയി. ദൈവത്തിന്റെ മുമ്പാകെ നിൽപ്പാൻ പ്രാപ്തിയില്ലാതെ അവർ മരത്തിന്റെ തണലിൽ ഒളിച്ചു. മനുഷ്യ, നീ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ദൈവം അവിടേക്ക് ഇറങ്ങി വരുന്നു. അവർക്ക് തെറ്റുപറ്റി, തേജസ് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ ദൈവം, കരുണയുള്ള ദൈവം, അവർക്ക് വേണ്ടി വസ്ത്രമുണ്ടാക്കി കൊടുത്തു. തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. തോലെടുക്കണമെങ്കിൽ ഒരു മൃഗം കൊല്ലപ്പെടണം. ഏദൻ തോട്ടത്തിൽ അവർക്ക് വേണ്ടി കൊല്ലപ്പെട്ട മൃഗമേതെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ല. എന്നാൽ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവീൻ, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 8-ാമത്തെ വാക്യം. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ പുസ്തകം. അവിടെ ലോകം എന്ന പദം മനുഷ്യവർഗം എന്ന അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. അപ്പോൾ മനുഷ്യോൽപത്തിയാണ് അവിടെ പറയുന്നത്. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. യേശു ക്രിസ്തുവിന്റെ യാഗമരണം യാദൃശ്ചികമായി സംഭവിച്ച ഒരു കാര്യമല്ല, അത് നിത്യതയിലെ നിർണയിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു, നിത്യനിയമം. ആദം ഹവ്വമാർക്കായി ഒരു മൃഗം അറുക്കപ്പെട്ടു. ആ മൃഗം ഒരു ആട് ആയിരിക്കാനാണ് സാധ്യത. വ്യക്തികൾക്കായി അറുക്കപ്പെട്ട മൃഗത്തിന്റെ 2-ാമത്തെ ചരിത്രം ഹാബേൽ അറുത്ത ഒരാടിന്റെ കാര്യമാണ്. കായിന് ഹാബേലും യാഗമർപ്പിച്ച ഭാഗം നമുക്ക് നന്നായിട്ടറിയാം. കായിൻ കൃഷിക്കാരനായിരുന്നത് കൊണ്ട് അവൻ കാർഷികോൽപ്പന്നങ്ങളാണ് കൊണ്ടുവന്നത്. യാഗത്തിന് മൃഗം വേണമെന്ന്, ആട് വേണമെന്ന് ആദത്തിനും ഹവ്വയ്ക്കും വേണ്ടി ദൈവം ആടിനെ അറുത്തു എന്ന് ഈ കായിന് ഹാബേലും കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്.
കായിന്റെ മനോഭാവം എന്താണ്? വെച്ചുമാറ്റത്തിനൊന്നും അവൻ തയ്യാറല്ല. വേണമെങ്കിൽ ഈ കാർഷികോൽപ്പന്നങ്ങൾ കൊടുത്ത് ഒരാടിനെ വാങ്ങിച്ചോണ്ട് വരാൻ അവന് സാധിക്കുമായിരുന്നു. വെച്ചുമാറ്റത്തിന് അവൻ തയ്യാറല്ല, ത്യാഗത്തിന് അവൻ തയ്യാറല്ല. അവനുള്ളത് അവൻ കൊണ്ടുവച്ചു. പക്ഷേ ഹാബേൽ എന്താണ് ചെയ്തത്? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവരുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേൽ ഒരു ആടിനെയാണ് കൊണ്ടുവന്നത്. കേവലമായ ഒരു ആടിനെയല്ല, യാഗത്തിന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ 3 യോഗ്യതകളുമുള്ള ഒരാടിനെയാണ് കൊണ്ടുവന്നത്. യാഗത്തിന് ഉണ്ടായിരിക്കേണ്ടുന്ന 3 യോഗ്യതകൾ റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഹാബേലിന്റെ യാഗത്തിൽ ഈ 3 യോഗ്യതകളും ഉണ്ടായിരുന്നു. ഒന്ന്, ജീവനാണ്. ആട് ജീവനുള്ള ഒരു മൃഗമാണ്. 2, വിശുദ്ധിയുള്ളതായിരിക്കണം. തിരുവഴുത്തിൽ വായിക്കുന്നത് അവൻ കടിഞ്ഞൂലായ ആടിനെയാണ് കൊണ്ടുവന്നത്. കടിഞ്ഞൂലൊക്കെയും യഹോവയ്ക്ക് വിശുദ്ധം. 3, ദൈവത്തിന് പ്രസാദം. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചു നോക്കിക്കേ. അവൻ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന്. ഒരു യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നത് എങ്ങനെയായിരുന്നു? ആ യാഗത്തിന്റെ മേധസ്സിലാണ് ദൈവം പ്രസാദിച്ചു പോകുന്നത്. ഏലി പുരോഹിതന്റെ മക്കളായ ഹൊഫ്നിയെയും ഫിനെഹാസിനെയും ദൈവം ശിക്ഷിക്കാൻ എന്താണ് കാരണം? യാഗം നടക്കുമ്പോൾ ഹൊഫ്നിയുടെയും ഫിനെഹാസിന്റെയും ബാല്യക്കാര് വന്നിട്ട് പറയും, പുരോഹിതന് വറപ്പാൻ മാംസം തരിക. യാഗ ശുശ്രൂഷകൾ ചെയ്യുന്നവർ പറയും, ആ മേധസ് ഒന്ന് ദഹിച്ചിട്ട് തരാം. പക്ഷെ അവർ കാത്തിരിക്കാൻ തയ്യാറല്ല. മേധസ് ദഹിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പ്രസാദം ഇറങ്ങി വരുന്നത് മേധസ്സിന്മേലായിരുന്നു. ആ മേധസ് ദഹിക്കുന്നതിന് മുമ്പ് കുത്തിക്കൊണ്ടുപോയി അവരുടെ പാപം ദൈവസന്നിധിയിൽ വലിയ പാപമായി മാറി. ഞാൻ പറഞ്ഞത്, ഹാബേലിന്റെ യാഗത്തിൽ ഒരു യാഗത്തിനുണ്ടായിരിക്കണമെന്ന് പറയുന്ന 3 യോഗ്യതകളും ഉണ്ടായിരുന്നു. 1, ആടിന് ജീവനുള്ളതായിരുന്നു. 2, കടിഞ്ഞൂലൊക്കെയും യഹോവയ്ക്ക് വിശുദ്ധമായിരുന്നു. 3, അത് മേധസ്സുള്ളതായിരുന്നു. യാഗത്തിന്റെ മേധസ്സിലാണ് ദൈവം പ്രസാദിച്ചു പോകുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. കുഞ്ഞാടിന്റെ യാഗത്തിൽ ദൈവത്തിന്റെ പ്രസാദമുണ്ടാകും. 3-ാമത്തെ ചിന്ത, ഇസഹാക്കിനു വേണ്ടി അറുക്കപ്പെട്ട ഒരാടിന്റെ കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. അവിടുത്തെ പദം കണ്ടോ? നിന്റെ ഏകജാതനായ മകനെ. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന പദം എന്താണ്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നിത്യജീവൻ ലഭിക്കും. യാഗം എന്താണ്? ഉൽപ്പത്തി 22-ന്റെ 5-ാം വാക്യം നോക്കിയാട്ടെ. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം. ആരാധനയാണ്. യാഗാർപ്പണം എന്ന് പറയുന്നത് ഒരു ചടങ്ങല്ല, അത് ആരാധനയാണ്. യാഗമർപ്പിക്കാനാണ് പോയത്. പക്ഷെ അബ്രഹാം അതേക്കുറിച്ച് പറയുമ്പോൾ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ കെട്ടിക്കിടത്തി വെട്ടിക്കൊല്ലാൻ ഒരുമ്പിടുമ്പോ ദൈവം പറഞ്ഞു, ബാലന്റെ മേൽ കൈവെക്കരുത്. പകരമായി കൊമ്പ് കുരുങ്ങിയ ഒരാട്ടിൻകുട്ടിയെ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. 13-ാമത്തെ വാക്യം. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. ഇസ്ഹാക്ക് ബലിയാകേണ്ടുന്ന സ്ഥാനത്ത് അവന് പകരമായി ഒരു ആട്ടുകൊറ്റനാണ് ബലിയായി തീർന്നത്. ആ യാഗത്തിൽ ദൈവത്തിന്റെ പ്രസാദമുണ്ടായി. അതിനുശേഷം ദൈവം എന്താ പറഞ്ഞത്? നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായികൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ദൈവകുഞ്ഞാടായ ക്രിസ്തുവിന്റെ ആ യാഗത്തിൽ ആരാധനയിൽ വിശ്വസിക്കുന്ന ഭക്തന്മാരെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. 4-ാമത്തെ ചിന്ത, യാക്കോബിന്റെ അനുഗ്രഹം നേടുവാനായി അറുക്കപ്പെട്ട ആടാണ്. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിന്റെ
9-ാമത്തെ വാക്യം പിന്നീട് 29-ാമത്തെ വാക്യം. ആട്ടിൻകൂട്ടത്തിൽ ചെന്ന് അവിടെ നിന്ന് 2 നല്ല കോലാട്ടിൻകുട്ടികളെ കൊണ്ടുവരിക. ഞാൻ അവയെ കൊണ്ട് നിന്റെ അപ്പന് ഇഷ്ടവും രുചികരവുമായ ഭോജനം ഉണ്ടാക്കും. ഇസ്ഹാക്ക് വൃദ്ധനായപ്പോൾ തന്റെ മൂത്ത മകനായ ഏശാവിനെ വിളിച്ചു പറഞ്ഞു, നീ കാട്ടിൽ പോയി ഒരു മൃഗത്തെ വേട്ടയാടി പിടിച്ചു കൊണ്ടുവന്ന് അതെനിക്ക് പാകം ചെയ്തു കൊണ്ടുവരിക, ഞാൻ തിന്ന് തൃപ്തനായിട്ട് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഏശാവ് വേട്ടയ്ക്ക് വേണ്ടി കാട്ടിലേക്ക് പോയ തക്കം നോക്കി റബേക്ക ഇളയ മകനായ യാക്കോബിനോട് പറഞ്ഞു, നീ ചെന്ന ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ആടിനെ കൊണ്ടുവരിക, ഞാൻ കൊന്ന് പാകം ചെയ്ത് തരാം. ആ ആടിനെ അറുത്ത മാംസവുമായി അപ്പന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ അപ്പൻ അവനെ അനുഗ്രഹിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ അറുക്കപ്പെട്ട ആടിന് എന്ന ചിന്ത നമ്മൾ വായിക്കുന്നത് യോസഫിന്റെ വസ്ത്രം മുക്കാനായി അറുക്കപ്പെട്ട ഒരാടിന്റെ ചരിത്രമാണ്. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാനും അവർക്ക് ആഹാരം കൊണ്ടു കൊടുക്കുവാനുമായി അപ്പൻ പറഞ്ഞതനുസരിച്ച് യോസഫ് കാട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ കണ്ടില്ല. അതിനുശേഷം വേറൊരു പട്ടണത്തിലുണ്ട് എന്നറിഞ്ഞിട്ട് അവിടേക്ക് പോയി. എത്ര ത്യാഗപൂർവമായ യാത്രകളാണ്. അവിടെ ചെന്നപ്പോ ദാ വരുന്നു സ്വപ്നക്കാരൻ. അവന്റെ സ്വപ്നം എന്താകുമെന്ന് അറിയാമെന്ന് പറഞ്ഞ് ഗോത്രപിതാക്കന്മാർ അവനെ വളരെ ഉപദ്രവിക്കുകയുണ്ടായി. അതിനുശേഷം അവനെ എന്ത് ചെയ്തു? ഉപദ്രവിച്ച് ഒരു കിണറ്റിലേക്ക് ഇട്ടു. എന്നിട്ട് ഇവനെ മിസ്രൈമ്യ കച്ചവടക്കാർക്ക് അവനെ വിറ്റുകളഞ്ഞു. പക്ഷെ അപ്പൻ ഈ കൊച്ചിനെ നോക്കിയിരിക്കുക. വാർദ്ധക്യത്തിലെ മകനാണ്, അരുമസന്താനമാണ്. അവനെ കാട്ടിൽ വിടാതെ കൂടെ നിർത്തിയിരിക്കുകയാണ് അപ്പൻ. അപ്പന് ഈ കുഞ്ഞിനെ കുറിച്ച് ആദി കയറി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ചിന്ത. ഉടനെ അവരെല്ലാം കൂടെ എന്ത് ചെയ്യുന്നറിയാമോ? ഒരാടിനെ അറുത്ത് ആ ആടിന്റെ രക്തത്തിൽ യോസേഫിന്റെ വസ്ത്രം മുക്കി ഒരാളുടെ കയ്യിൽ കൊടുത്തു വിട്ടു. അപ്പൊ ഇത് നിന്റെ മകന്റെ അങ്കിയാണോ നോക്കണം. കാരണം അപ്പൻ സ്വന്തമായി തുന്നിയുണ്ടാക്കിയ മനോഹരമായ ഒരു അങ്കിയായിരുന്നു. ആ അങ്കി തന്നെയാണ്. അത് കണ്ടപ്പോ യാക്കോബ് എന്താണ് പറഞ്ഞത്? ദുഃഖത്തോടെ പാതാളത്തിലിറങ്ങും. ഞാൻ പറയാൻ വന്ന ചിന്ത, ഈ സഹോദരന്മാർ ഗോത്രപിതാക്കന്മാർ അസൂയപ്പെട്ട് യോസഫിനെ ഉപദ്രവിച്ചു. അവർ ചെയ്ത അകൃത്യം, അവരുടെ പാപങ്ങൾ മറയ്ക്കുവാനായി ഒരാട് അവിടെ അറുക്കപ്പെടുന്നതായി നമ്മൾ കാണുകയാണ്. ഇനി പുറപ്പാട് പുസ്തകത്തിലേക്ക് വരാം. പുറപ്പാട് പുസ്തകത്തിൽ ഒരു കുടുംബത്തിന് വേണ്ടി ഒരാട് അറുക്കുകയാണ്. അതിന്റെ പുതിയ നിയമ പൊരുൾ 1 കൊരിന്ത്യർ ലേഖനം 5-7 വാക്യമാണ്. നമ്മുടെ പെസഹ കുഞ്ഞാട് മറുക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാട് മറുക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു തന്നെ. ക്രിസ്തു തന്നെ. പുറപ്പാട് പുസ്തകത്തിൽ കുടുംബത്തിന് വേണ്ടി പെസഹ കുഞ്ഞാട് അറുക്കുകയാണ്. ദൈവം പറഞ്ഞ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോട് പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. വേദപുസ്തകത്തിലെ ഒരു മർമ്മം ഞാൻ അവിടെ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം. ഓരോ കുടുംബത്തിനും ഓരോരോ ആട്ടിൻകുട്ടി എടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ 6-ാമത്തെ വാക്യത്തിലേക്ക് വന്നിട്ട് ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. ഓരോ കുടുംബവും ഓരോ ആട്ടിൻകുട്ടിയെ വീതം എടുക്കണം. ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം ബഹുവചനമാണ് ഉപയോഗിച്ചു വന്നത്. പക്ഷെ ആടിനെ അറക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അതത് ആടുകളെ അറക്കണമെന്നല്ല, അതിനെ അറക്കണമെന്ന ഏകവചനമാണ് ദൈവാത്മാവ് ഉപയോഗിച്ചത്. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു തന്നെ. ഇനിയും ഈ പെസഹ കുഞ്ഞാടിനോടുള്ള ബന്ധത്തില് ശ്രദ്ധേയമായ ഒരു ചിന്ത കൂടെ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. പുറപ്പാട് പുസ്തകം 12-46 വാക്യം വായിച്ച, അതത് വീട്ടിൽ വെച്ച് തന്നെ അത് തിന്നണം. ആ മാംസം ഒട്ടും വീട്ടിന് പുറത്ത് കൊണ്ടുപോകരുത്. അതിലൊരു അസ്ഥിയും ഒടിക്കരുത്. പെസഹ കുഞ്ഞാടിനെ ഇറക്കുകയാണ്. പക്ഷെ ദൈവം കർശനമായ ഒരു കൽപ്പന ഇവിടെ കൊടുക്കുന്നു. അതിന്റെ അസ്ഥി ഒന്നും ഒടിക്കരുത്. 34-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, അവന്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അതിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല. ഇനി ഇതിന്റെ നിവർത്തിയിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യം. അന്ന് ഒരു
നാളും ആ ശബത്ത് നാൾ വലിയതുമാകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിച്ച് എടുപ്പിക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. യേശുവിനെയും രണ്ട് കള്ളന്മാരെ, ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും ക്രൂശിച്ചിട്ടുണ്ട്. ശബത്ത് തുടങ്ങിയാണ്, വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ശനിയാഴ്ചയാണ് ശബത്ത് തുടങ്ങിയാണ്. വൈകിട്ട് 6 കഴിഞ്ഞാൽ അടുത്ത ദിവസം തുടങ്ങിയാണ്. ശബത്തിൽ ശവങ്ങൾ കുരിശിൽ ഇരിക്കരുത്. അതുകൊണ്ട് അതിനുമുമ്പ് കാലൊടിച്ച് എടുക്കണം. 36 മണിക്കൂർ കൊണ്ടാണ് മരിക്കുന്നത്. അഥവാ ഇവർ മരിച്ചില്ലെങ്കിലും കാലൊടിച്ചാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല, ഓടിപ്പോയി രക്ഷപ്പെടത്തില്ല. അങ്ങനെ ഈ പടയാളികൾ കാലൊടിക്കാനായി യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തവന്റെയും അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവന്റെയും കാൽ ഒടിച്ചു. അടുത്തത്, അവർ യേശുവിന്റെ അടുക്കൽ വന്നു അവൻ മരിച്ചുപോയി എന്ന് കാണിയാൽ അവന്റെ കാൽ ഒടിച്ചില്ല. മനസ്സിലാവുന്നുണ്ടോ? യേശുവിനോടൊപ്പം ക്രൂശിച്ച അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന രണ്ട് കള്ളന്മാരുടെയും കാലൊടിച്ചു. എന്നാൽ യേശുവിന്റെ അവൻ മുട്ടടിക്കാൻ വന്നപ്പോൾ അവൻ മരിച്ചു എന്നറിഞ്ഞത് കൊണ്ട് അവന്റെ അസ്ഥി ഒടിഞ്ഞില്ല. ഇനി അതിന്റെ 36-ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ടെ. അവന്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു. അവർക്ക് യാദർശികമായി തോന്നിയ ഒരു സംഭവമായിരുന്നേക്കാം. പക്ഷെ തിരുവെഴുത്ത് നോക്ക്, അവന്റെ അസ്ഥി ഒന്നും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയാവേണ്ടതിന് ഇത് സംഭവിച്ചു. ഇനി ലേവ്യ പുസ്തകത്തിലേക്ക് വരാം. അവിടെ ഒരു ജനതയ്ക്ക് വേണ്ടി അറുക്കപ്പെടുന്ന ആടിനെയാണ് നമ്മൾ കാണുന്നത്. മഹാപാപപരിഹാര പെരുന്നാൾ എന്ന ഒരു പെരുന്നാൾ യഹൂദനുണ്ട്. അന്ന് 2 ആടുകളെ തിരഞ്ഞെടുക്കുകയാണ്, ഊനമില്ലാത്ത ആട്. എന്നിട്ട് ഇതിനെ ചീട്ടിട്ട് വേർതിരിക്കും. ഒന്നിനെ ദൈവത്തിനെന്നും മറ്റൊന്നിനെ അസസേലിനെന്നും പറഞ്ഞ് ചീട്ടിടുകയാണ്. അസസേൽ എന്നുള്ളത് ഒരു എബ്രായ പദമാണ്. ആ പദം അങ്ങനെ തന്നെ നമ്മുടെ ബൈബിളിൽ ചേർത്തിരിക്കുകയാണ്. ആ വാക്കിന്റെ അർത്ഥം തെറ്റിയൊഴിയുന്നത് എന്നാണ്. 2 ആടുകൾ, ഒന്ന് ദൈവത്തിന്, മറ്റൊന്ന് അസസേലിന്. ദൈവത്തിനെന്ന് ചീട്ടുവീണ ആ ആടിനെ അറുത്ത് അതിന്റെ രക്തവുമായിട്ടാണ് ആണ്ടിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ കടന്നു പോകുന്നത്. 2ാമത്തെ ആടിലേക്ക് വരികയാണ്. അസസേൽ തെറ്റിയൊഴിയുന്നത്. അസസേലൂടെ കയ്യിൽ കൊടുത്ത് അതിനെ മരുഭൂമിയിലേക്ക്, ശൂന്യപ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നു. ലേവ്യ പുസ്തകം 16-ാം അധ്യായം 21-22 വാക്യം. ജീവനോട് ഇരിക്കുന്ന കോലാട്ടുകൊറ്റന്റെ തലയിൽ അഹരോൻ കൈ 2 വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് കോലാട്ടുകൊറ്റന്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം. കോലാട്ടുകൊറ്റൻ അവരുടെ കുറ്റങ്ങളെയൊക്കെയും കോലാറ്റുകൊറ്റൻ അവരുടെ കുറ്റങ്ങളെയൊക്കെയും ശൂന്യപ്രദേശത്തേക്ക് ചുമന്നുകൊണ്ടുപോകണം. നമ്മുടെ കർത്താവ് ഒരു പാപവും ചെയ്യാത്തവനാണ്. യശയാപ്രവചനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നാം ഒക്കെ ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. ഇനി ആ ചുമത്തപ്പെട്ട പാപത്തിന് എന്ത് സംഭവിച്ചു? 1 പത്രോസ് 2:24, അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ആ ആടിന്റെ മേൽ ജനത്തിന്റെ പാപം ചുമക്കുന്നത് പോലെ ദൈവപുത്രനായ ക്രിസ്തുവിന്റെ മേൽ മനുഷ്യവർഗത്തിന്റെ പാപം ചുമത്തി. ആ ചുമത്തപ്പെട്ട പാപം ചുമന്നുകൊണ്ടാണ് യേശു ക്രൂശിൽ കയറിയത്. ഇബ്രാഹിം ലേഖനം 13-ാം അധ്യായം 12-ാമത്തെ വാക്യം. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. പഴയകാലത്ത് മഹാപരിഹാര ദിവസം 2 ആടിനെ എടുക്കുമായിരുന്നു. നിഴലുകൾക്ക് 1-ലധികം ആടുകളെ വേണം. എന്നാൽ പൊരുളിൽ ഇത് ക്രിസ്തുവിൽ മാത്രം സംഗമിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 36-ാമത്തെ വാക്യം. കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. ദൈവത്തിന് ചീട്ട് വീഴുന്നയാട് യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടെന്നാ പറഞ്ഞത്. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. 29-ാമത്തെ വാക്യം. പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 2 അസസേലിന്
ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട്. പഴമകാലത്ത് യഹൂദജനത്തിന്റെ ഒരു വർഷത്തെ പാപം മാത്രമായിരുന്നു ആട് ചുമന്നുകൊണ്ട് പോകുന്നത്. എന്നാൽ പൊരുളായ ക്രിസ്തു ഒരു വർഗത്തിന്റെ മാത്രമല്ല, ഒരു വർഷത്തിന്റെ മാത്രമല്ല, നമ്മുടെ മുഴുവൻ പാപങ്ങളുടെയും ശിക്ഷ അവൻ വഹിച്ചു. 1 യോഹന്നാൻ 2:2 അവിടെ എന്താ വായിക്കുന്നത്? അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ ശത്രുക്കളുടെ മേൽ ജയം നേടുവാനായി അറുക്കപ്പെട്ടയാളാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അപ്പോൾ ശമൂവേൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവാംഗ ഹോമം കഴിച്ചു. പാൽ കുടിക്കുന്ന ഒരാട്ടിൻകുട്ടിയെ, അതാണ് കുഞ്ഞാട്. ഫെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധത്തിന് വന്നു. ആ സന്ദർഭത്തിൽ യുദ്ധത്തിൽ വിജയം നേടുവാനായി ശമൂവേൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ചെയ്ത ഒരു കാര്യം, പാൽ കുടിക്കുന്ന ഒരാട്ടിൻകുട്ടിയെ എടുത്ത് ദൈവത്തിന് യാഗമർപ്പിച്ചു. പാൽ കുടിക്കുന്ന ആട്ടിൻകുട്ടിയാണ് കുഞ്ഞാട്. ആ കുഞ്ഞാടിന്റെ യാഗത്തിൽ വിശ്വസിച്ചവർക്ക്, ആശ്രയിച്ചവർക്ക് അത്ഭുതകരമായ വിടുതലുണ്ടായി. ദൈവം ആകാശത്തിൽ ഇടിവെട്ടിച്ച് ആ ശത്രുക്കളെ അവൻ നിർമ്മാർജ്ജനം ചെയ്യുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കും ശത്രുവായ പിശാചിന്റെ മേൽ ജയം നേടാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ്. വെളിപ്പാട് പുസ്തകം 12:11 ദൈവമക്കളെ രാപ്പകൽ കുറ്റപ്പെടുത്തുന്ന ആ പിശാചിനെ എങ്ങനെയാ ജയിച്ചത്? അവനെ പിശാചിനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു. ഇനി പ്രവാചക ദൃഷ്ടിയിൽ കാണുന്ന ഒരാടിനെ കുറിച്ച് നമുക്ക് യെശയ്യാപ്രവചനത്തിലേക്ക് പോകാം. യെശയ്യാപ്രവചനം 53-ാം അധ്യായം 7-ാം വാക്യം. തന്നെത്താൻ താഴ്ത്തി വായി തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അതിന് 2 ഉദാഹരണങ്ങൾ. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരുന്ന കുഞ്ഞാട് പോലെ. അങ്ങനെ സംഭവിച്ചോ നോക്കിയാട്ട് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ഏറിയോന്ന് ചോദിച്ചിട്ടും അവൻ അവനോട് ഒന്നും ഉത്തരം പറഞ്ഞില്ല. യേശുവിനെ വിസ്തരിക്കാൻ പല കോടതികളിൽ കൊണ്ടുപോകുന്നു. അക്കൂട്ടത്തിൽ ഹെരോദാവിന്റെ അടുക്കിലേക്ക് വരികയാണ്. വാസ്തവത്തിൽ യേശുവിനെ വിസ്തരിക്കാൻ എന്തുകൊണ്ടും ഏതുകൊണ്ടും നിയമപരമായി അർഹതയുള്ള വ്യക്തി ഹെരോദാവാണ്. കാരണം ഹെരോദ രാജാവ് ഗലീലയിലെ ഭരണാധിപതിയാണ്. യേശു ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ളവനാണ്. അതുകൊണ്ട് യേശുവിനെ വിസ്തരിക്കാൻ അവകാശമുള്ളത്, അധികാരമുള്ളത് പീലാത്തോസിലല്ല, ഹെരോദാവിനാണ്. യേശുവിനെ കുറിച്ച് അവർ കുറ്റസംഗതി അവതരിപ്പിച്ചപ്പോ ഇങ്ങനെയാ പറഞ്ഞത്, ഇവൻ ഗലീലയിൽ തുടങ്ങി ഇവിടുത്തോളം ജനത്തെ കലഹിപ്പിക്കുന്നു. ഇത് കേട്ട പീലാത്തോസ് ചോദിച്ചു, ഇവൻ ഗലീലക്കാരനോ? അങ്ങനെയെങ്കിൽ ഗലീലയിലെ ഭരണാധിപതി ഇവിടെ അടുത്തിപ്പോ വന്നിട്ടുണ്ട്, ഉത്സവത്തിന് ജനത്തെ ക്രമസമാധാനം നടത്താൻ ഇവിടെ വന്നിട്ടുണ്ട്. തൊട്ടടുത്തൊരു പാലസിൽ ഹെരോദ രാജാവ് താമസിക്കുന്നുണ്ട്. യേശുവിനെ ബന്ധിച്ച് ഹെരോദാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹെരോദ രാജാവ് യേശുവിനെ കുറിച്ച് ഒത്തിരി വാർത്തകൾ കേട്ടിട്ടുള്ളത് കൊണ്ട് അവനെ കാണാൻ അധികം സന്തോഷിച്ചു. വന്നപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷെ തിരുവെഴുത്ത് നോക്കിയേ, ഏറിയോ എന്ന് ചോദിച്ചിട്ടും അവൻ മിണ്ടാതെ ഇരുന്നു. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ നിന്ന കുഞ്ഞാട്. ആമേൻ. ഈ മിണ്ടാതെ നിന്ന കുഞ്ഞാടെന്നുള്ള ചിന്ത പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കണം. 1 പത്രോസിന്റെ ലേഖനം 2:23. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കത്രേ ചെയ്തത്. യേശു മിണ്ടാതിരുന്നതിന്റെ കാര്യം മനസ്സിലായോ? തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല, ഭീഷണിയൊന്നും പറഞ്ഞില്ല, അവനതെല്ലാം സഹിച്ചു. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ നിന്ന കുഞ്ഞാട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന കുഞ്ഞാട് യേശു ക്രിസ്തു തന്നെയാണ് എന്നുള്ളതിന് പുതിയ നിയമത്തിൽ നിന്ന് ഒരു തെളിവ് കൂടെ ഞാൻ പറയാൻ പോവുക. ഒരിക്കൽ ദൈവം ഫിലിപ്പോസിനോട് പറഞ്ഞു,
നീ എഴുന്നേറ്റ് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് ചെല്ലാൻ. അവൻ അങ്ങനെ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് ഓടിച്ചെല്ലുമ്പോൾ അതിലേക്കൂടൊരു വണ്ടി പോകുന്നു, ഒരു കുതിരവണ്ടി. ആ കുതിരവണ്ടിയിൽ ഇരുന്നു കൊണ്ട് എത്യോപ്യയിലെ ധനകാര്യമന്ത്രിയായിരുന്ന ഷണ്ണൻ യെരുശലേമിൽ പോയപ്പോ വാങ്ങിച്ചോണ്ട് വന്ന ഒരു പുസ്തക ചുരുൾ എടുത്തിങ്ങനെ ഉറക്കെ വായിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതിരുന്നു. ഈ ഭാഗമാണ് ഷണ്ണൻ വായിച്ചു കൊണ്ടുപോകുന്നത്. ഫിലിപ്പോസ് വിടുന്നോണ്ട് അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? അവന്റെ മറുപടി, ഒരുവൻ പൊരുള് തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ മനസ്സിലാകും? ഷണ്ണൻ പറഞ്ഞു, നീ കയറി എന്റെ വണ്ടിയിൽ ഇരിക്കണം. ആ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഈ തിരുവെഴുത്തുകളെ ആധാരമാക്കി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാകുന്ന കുഞ്ഞാട് വേറെ ആരുമായിരുന്നില്ല, യേശു ക്രിസ്തുവായിരുന്നു. പത്രോസിന്റെ ലേഖനത്തിൽ ഈ കുഞ്ഞാടിനെ കുറിച്ച് പറയുന്ന മറ്റൊരു ചിന്തയുണ്ട്. വീണ്ടെടുപ്പിനായി അറുക്കപ്പെട്ട കുഞ്ഞാട്. 1 പത്രോസ് 1:18. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പഴയകാലത്ത് പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും വീണ്ടെടുപ്പ് നടന്നിരുന്നു. പുറപ്പാട് പുസ്തകത്തിൽ 30:15 വെള്ളി കൊണ്ടുള്ള വീണ്ടെടുപ്പിന്റെ കാര്യം പറയുന്നുണ്ട്. സംഖ്യാപുസ്തകം 31-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യത്തിൽ പൊന്നുകൊണ്ടുള്ള വീണ്ടെടുപ്പിന്റെ കാര്യം പറയുന്നുണ്ട്. എന്നാൽ പത്രോസ് പറയാണ്, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ അല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. പത്രോസ് അപ്പോസ്തലൻ യേശു ക്രിസ്തുവിനെ അവതരിപ്പിച്ചത് എങ്ങനെയാ? കുഞ്ഞാട്. ഈ കുഞ്ഞാടിനെ കുറിച്ച് പറയുന്ന മറ്റൊരു ചിന്തയുണ്ട്. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. വെളിപ്പാട് പുസ്തകം 5:6. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ഈ പന്ത് കളിക്കാര് അല്ലെങ്കിൽ ഓടുന്ന ആളുകളൊക്കെ ആ കളി നടക്കുമ്പോൾ ഒരു വസ്ത്രം ധരിക്കും. കളി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വസ്ത്രം അവര് മാറ്റി വെച്ചിട്ട് നല്ല വസ്ത്രം ഇട്ടുകൊണ്ടിരിക്കും. എന്നാൽ ചില വേളകളിൽ സമ്മാനം വാങ്ങാൻ വരുമ്പോ അവര് കോട്ടും സൂട്ടും ഒന്നും ഇട്ടുകൊണ്ടല്ല വരുന്നത്. ആ കളിക്കളത്തിൽ ഇട്ട ആ വസ്ത്രം തന്നെ ഇട്ടുകൊണ്ടുവരും. ഇതുപോലെ ദൈവപുത്രനായ യേശുവിനെ ശരിയായ രീതിയിൽ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ കാണുകയാണ്. എങ്ങനെ? ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ആ സന്ദർഭം നിങ്ങൾ മനസ്സിലാക്കണം. യോഹന്നാൻ ആത്മാവിൽ നോക്കുമ്പോൾ ഒരു പുസ്തകം വന്ന് നിൽക്കുന്നു. ആ പുസ്തകത്തെ ശ്രദ്ധിച്ചു നോക്കിയപ്പോ അതിനൊത്തിരി മുദ്രകളുണ്ട്. അതുകൊണ്ട് യോഹന്നാൻ ചോദിച്ചു, ഈ പുസ്തകം തുറപ്പാൻ, മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനായ ആരുണ്ട്? 3 ലോകങ്ങളിലും ഒരുപക്ഷെ ചോദ്യം ചോദിച്ചു കാണാൻ. സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലും ആ ചോദ്യം ഉരുവിട്ടു. ആരുണ്ട് യോഗ്യനായി? ക്രിസ്തുവിനൊപ്പം പറയാൻ യോഗ്യതയുള്ളവരാരുണ്ട്? യോഗ്യതയുള്ള ആരെയും കാണാത്തത് കൊണ്ട് യോഹന്നാൻ വാവിട്ട് കരയുകയാണ്. ആ സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യോഹന്നാനെ കരയണ്ട, യോഗ്യതയുള്ള ഒരാളുണ്ട്, യഹൂദാ ഗോത്രത്തിന്റെ സിംഹം, ദാവീദിന്റെ പേര്. അപ്പോൾ ആ യോഗ്യതയുള്ള സിംഹത്തെ കാണാൻ, മൃഗങ്ങളുടെ രാജാവാണ് ആര്? സിംഹം. ആ രാജാവായ സിംഹത്തെ കാണാൻ യോഹന്നാൻ നോക്കി നിൽക്കുമ്പോൾ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ വന്നിരുന്നു. ഇനിയും അവിടെ നിന്ന് മൂപ്പന്മാരെന്ത് ചെയ്യുന്നു അറിയാമോ? 24 മൂപ്പന്മാരൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചെയ്തത് തങ്ങളുടെ കിരീടങ്ങളെ അവന്റെ മുമ്പാകെ ഇട്ടു. 2 അവർ അവന്റെ മുമ്പാകെ വീണു. അവരൊരുമിച്ച് വിളിച്ചു പറഞ്ഞു, കുഞ്ഞാടേ,
നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സകല ജാതിയിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ഗോത്രത്തിൽ നിന്നും നീ ഞങ്ങളെ നിനക്കായി വിലയ്ക്ക് വാങ്ങി. വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം കൂടെ വായിച്ചാട്ട് 7-ാം അധ്യായത്തിന്റെ 14-17 വാക്യങ്ങൾ. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. നമ്മുടെ പാപത്തിന്റെ കറ പിടിച്ച അങ്കിയെ മുഴുവൻ കഴുകി വെടിപ്പാക്കുന്ന ഒരു രക്തം. യജമാനൻ അറിയുമല്ലോ ഇവർ മഹാകഷ്ടത്തിൽ വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ. ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട്. വെളിപ്പാട് പുസ്തകം 7-17 കൂടെ വായിച്ചാട്ട്. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ചു. കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവകളിലേക്ക് നടത്തും. യേശുവിന്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച ഭക്തന്റെ പ്രത്യാശ ഈ മണ്ണുകൊണ്ട് തീരില്ല. അവൻ വിണ്ണിൽ ചെന്നാലും അവന്റെ അടുത്ത അനുഭവം എന്താണെന്നറിയാമോ? ജീവജലത്തിന്റെ ഉറവയിലേക്ക് ഈ കുഞ്ഞാടവരെ നടത്തും. തീർന്നില്ല, അടുത്ത ഭാഗം. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. നിർദ്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.